മോൻ എന്തെങ്കിലും ഒന്ന് ചോദിക്കേ, എന്തെങ്കിലും ഒന്ന് ചോദിക്കേ. കരുണേ, മോനെ പ്രതാപ, മോളെ മോളെ ഇങ്ങോട്ടേക്ക് മാറ്റോ? ഇപ്പൊ കൊണ്ടുവന്നേ ഉള്ളൂ. ഇതെങ്ങനെ സംഭവിച്ചെന്ന് മനസ്സിലായമ്മേ? ലക്ഷ്മിയും കണ്ണനും പായസം കുടിക്കുമെന്ന് കരുതിയിട്ട് നമ്മൾ പിന്നാമ്പുറത്ത് പോയി നിന്നില്ലേ? ആ സമയത്ത് അവിടെ ഒരു സ്വാമി വന്നു. സ്വാമിയോ? ആ, ഏതോ ഒരു കള്ളസ്വാമി. അയാൾക്ക് തണുത്ത പായസം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രിഡ്ജിൽ ഇരുന്ന പായസം ലക്ഷ്മി കൊണ്ടുപോയി അയാൾക്ക് കൊടുത്തു. എന്നിട്ട് അവര് കുടിക്കാൻ വെച്ചിരുന്ന പായസം എടുത്ത് ഫ്രിഡ്ജിലും വെച്ചു. എന്തൊക്കെയാടാ ഈ കേൾക്കുന്നത്? എനിക്കൊന്നും അറിയത്തില്ലമ്മേ. ഒരുപക്ഷെ മുത്തശ്ശിയും കരുണയും കൂടി പ്ലാൻ ചെയ്തതൊക്കെ ഏട്ടത്തി അറിഞ്ഞു കാണും. എന്നിട്ട് അതിന്റെ തിരിച്ചടി തരാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു സ്വാമിയോടെ വരുത്തിയത്. അങ്ങനെ ആയിരിക്കും അച്ഛാ. അതെ, അതിനേ വഴിയുള്ളൂ. അതായത് കണ്ണനും മഹാലക്ഷ്മി അറിഞ്ഞുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. എടാ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടങ്ങിയിരിക്കുന്നതിൽ അർത്ഥമുണ്ടോടാ? ഏട്ടത്തി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏട്ടത്തി ആട്ടി വിടുമെന്ന് അവർക്കറിയാം. എന്നാലും അവര് വരാതിരിക്കില്ല. കരുണയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ കാണാൻ ശ്രമിക്കും. ദേ നോക്ക്, ഇത്തവണ വന്നിട്ട് കൂടിയില്ല. നമ്മുടെ പേരക്കുട്ടിയെ കളഞ്ഞിട്ട് എന്റെ മോളെ ഈ ഗതിയിലാക്കിയവളെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ അമ്മേ? എന്ത് ചെയ്യാനാ? കൊറേ നാളായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നടപ്പ് തുടങ്ങിയിട്ട്, എന്നിട്ട് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടോ? തിരിച്ചടി മാത്രം നമുക്ക്. ഇപ്പൊ കണ്ടില്ലേ, ഇതുവരെ ഒന്നും സംസാരിച്ചിട്ട് പോലുമില്ല. ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിരിക്കുക. മോളെ മോളെ മോള് പറഞ്ഞൊക്കെ കേട്ടോ? അയ്യോ, മോളുടെ സമനില പോയെന്നോ തോന്നുന്നേ. ഇതൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചേനെ. അത് ഏട്ടനും ഏട്ടത്തിക്കും വലിയ തിരിച്ചടിയായനെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാരും കൂടി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാക്കി വെച്ചല്ലോ. സാരമില്ല മോനെ, സാരമില്ല. ഇനിയും നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമല്ലോ. അവൾക്കത് സ്വപ്നം കാണാൻ മാത്രമല്ലേ പറ്റൂ. ഒരു കുഞ്ഞ് അവളുടെ ജീവിതത്തിൽ ഈ ജന്മം ഉണ്ടാകാൻ പോകുന്നില്ല. എനിക്ക് ഇനി ഞാനിവിടെ നിന്ന് എനിക്ക് ശ്വാസം മുട്ടും. ഞാനൊന്ന് പോയിട്ട് വരാം. അന്ന് അവള് പായസം കുടിക്കട്ടെ എന്ന് കരുതിയാ ഞങ്ങൾ എല്ലാവരും കൂടി സന്തോഷത്തോടെ പുറത്തേക്ക് പോയത്. അതിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾ ചിന്തിച്ചേയില്ല. അവിടെ ഒരു സ്വാമി വന്ന കാര്യം പോലും ഞങ്ങൾ അറിഞ്ഞില്ലടാ. അവർക്ക് എന്തൊക്കെയോ ദിവ്യശക്തിയുണ്ട്. ഏട്ടത്തിക്ക് അല്ലെങ്കിൽ അവർക്ക് വരേണ്ട ആപത്തുകൾ ഇങ്ങനെ ഒഴിഞ്ഞു പോവില്ല. അവളെ സാത്താൻ കൂടിയ സന്തതിയാ, എന്തോ ചെയ്യാൻ പറ്റും. അവൾക്കെതിരെ നമ്മൾ അസ്ത്രം അയച്ചാ അത് തിരിച്ച് നമ്മുടെ കണ്ണി വന്ന് കൊള്ളും. അതാണ് അവളുടെ ജാതകം. ഒരു വൃത്തികെട്ട മെനകെട്ട ജാതകം. ഓ, എനിക്ക് വയ്യ, എനിക്കൊന്നും ഓർക്കാൻ പോലും. എനിക്കറിയാൻ വയ്യ. കുഞ്ഞിനോട് തന്നെ